സ്ഥാപിതമായ കർത്താവിന്റെ സഭ, ആ സഭയ്ക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം വാക്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. സകലതും അവനിൽ നിന്നും അവനിലൂടെയും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. നല്ല എളുപ്പത്തിൽ വായിക്കാവുന്ന ആഴമേറിയ ചിന്തയുള്ള ഒരു വാക്യമാണിത്. ഇങ്ങനെയാണ് വായിക്കുന്നത്, പറയുന്നത് all things from him, എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന്. all things through him, എല്ലാ കാര്യങ്ങളും അവങ്കലേക്ക്. അവസാനം പറയുന്നു all things to him, സകലവും അവനിൽ നിന്നും അവൻ മൂലവും അവനിലേക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ഒരു വാക്യം നിങ്ങൾ ഗൗരവത്തോടെ ഗൗനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതും കാണാത്തതും, കണ്ടിട്ടുള്ളതും ഇനി കാണുവാനിരിക്കുന്നതും, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അവനിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുവിന്റെ വലിപ്പം എത്ര വലുതാണ്. all things from him, എല്ലാ കാര്യങ്ങളും അവനിൽ നിന്നാണ് വരുന്നത്. നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ മുകളിലാകട്ടെ, കണ്ണുകൾ താഴ്ത്തി താഴേക്ക് നോക്കിയാൽ താഴെയാകട്ടെ, നമ്മൾ കണ്ണുകൾ വലത്തോട്ടോ ഇടത്തോട്ടോ ചലിപ്പിച്ചുകൊണ്ട് നോക്കിയാൽ കാണുന്നതെല്ലാം മറ്റു പലരും കണ്ടിരിക്കുന്നതും നാം ഇന്നയോടെ കണ്ടിട്ടില്ലാത്തതും ഇനി ഭാവിയിൽ നാം കാണുവാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും എവിടെ നിന്നാണ്? കർത്താവിൽ നിന്നാണ്, യേശു ക്രിസ്തുവിൽ നിന്നാണ്, യേശു രക്ഷകനിൽ നിന്നാണ്. all things from him. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും പറയാണ് all things through Christ, സകലവും അവനിൽ നിന്ന് അവൻ മുഖാന്തരം നാം ചലിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ അനങ്ങുന്നത്, നമ്മുടെ ഓരോ നാഡി ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത, ആ പ്രവർത്തനക്ഷമതയിൽ എന്തെല്ലാം വേരിയേഷൻസ് ഉണ്ടോ അതെല്ലാം അറിയുന്നവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ഉള്ളറിയുന്നവൻ, നമ്മുടെ പുറമറിയുന്നവൻ, നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ കാര്യവും അറിയുന്നവൻ ഒരുവനാണ്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് അവനിൽ നിന്ന് എല്ലാം വന്നുവെങ്കിൽ അവൻ മുഖാന്തരമല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനൊരു സത്യം ഓർപ്പിക്കട്ടെ, എല്ലാം നമ്മുടെ ദൈവത്തിൽ നിന്നുണ്ടായി സംഭവിക്കുന്നുവെങ്കിൽ അവൻ മുഖാന്തരമാണ് നാം ഇത്രത്തോളമായത്. അവൻ മുഖാന്തരമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അവൻ മുഖാന്തരമാണ് ഞാൻ ഇത്രമാത്രം വളർന്നത്. അവൻ മുഖാന്തരമാണ് എന്റെ ബുദ്ധിയുടെ വളർച്ച. അവൻ മുഖാന്തരമാണ് എന്റെ ജീവിതം ഈ വിധം ഇങ്ങനെയെല്ലാം ആയിത്തീർന്നത്. അവൻ മുഖാന്തരം, through him. പ്രിയ ദൈവമക്കളെ, അവനിൽ നിന്ന് അവൻ മുഖാന്തരം. അവസാനം പറയുന്നു to him, അവങ്കലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിന്റെ ഉടമസ്ഥൻ പറയുന്നപോലെ, ഞാൻ ഇരുന്നാൽ, ഞാൻ എഴുന്നേറ്റാൽ, ഞാൻ കിടന്നാൽ, ഞാൻ നടന്നാൽ, ഞാൻ നോക്കിയാൽ, ഞാൻ പോയാൽ, ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ ചെയ്യുന്നതെല്ലാം അവൻ
കാണുന്നു, അവൻ അറിയുന്നു. അവനെ ഒഴിച്ച് എനിക്കൊന്നും ചെയ്യുവാൻ ആവതല്ല. ആയതിനാൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവാലയത്തിൽ വന്ന് എന്ത് ചെയ്താലും അത് അവങ്കലേക്കാണ് ആ ചെയ്തികൾ എന്നുള്ള അറിവ് നമുക്കുണ്ടാകട്ടെ. അവനിൽ നിന്നും അവൻ മുഖാന്തരം അവങ്കലേക്ക്. ഇതിനേക്കാൾ അപ്പുറം ബൈബിളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ദൈവത്തിൽ നിന്നും, എല്ലാം ദൈവ മുഖാന്തരം, എല്ലാം ദൈവത്തിലേക്ക്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ഈ തിരുമേശ, ഈ കർത്തൃമേശ, ഈ വിശുദ്ധ സംസർഗം, ഇത് എവിടെ നിന്നാണെന്ന് ഇന്നറിയണം. ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നാണ്. ഇത് ഈ മേശമേൽ വെച്ചത് ത്രൂ ഗോഡ്, ദൈവ മുഖാന്തരം, യേശു മുഖാന്തരമാണ്. അങ്ങനെയെങ്കിൽ ഇത് ടു ഹിം, അവങ്കിലേക്കാണ് ചെല്ലുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു അപ്പക്കഷണം എടുക്കുമ്പോൾ, ഒരു വീഞ്ഞ് ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അറിയണം ഇത് ദൈവത്തിൽ നിന്നും അവൻ മുഖാന്തരം അവങ്കിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വില എത്ര വലുതാണ്. കർത്തൃമേശയിൽ ഒരു വ്യക്തി പങ്കെടുക്കുമ്പോൾ ഗൗരവബോധം ആ വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ഇത് അവനിൽ നിന്ന് അവൻ മുഖാന്തരം അവങ്കിലേക്ക് പോകുന്നതാണ് എന്നുള്ള അറിവ് നമ്മളെ അന്തരാത്മാവിൽ ഭരിക്കപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വെറുതെയല്ലോ, സ്വയം പരിശോധിക്കട്ടെ, സ്വയം ശോധന ചെയ്യട്ടെ. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം തന്റെ ജീവിതത്തെ ഒരു തുറന്ന അവസ്ഥയിൽ ദൈവ മുൻപിൽ സമർപ്പിച്ചുകൊണ്ടാണല്ലോ ഇതിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് മിശിഹ പറഞ്ഞിരിക്കുകയാണ്. അവനിൽ നിന്ന് അവൻ മുഖാന്തരം അവങ്കിലേക്ക് പോകുന്ന ഇത് ഇന്നയോളം നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അവനിൽ നിന്ന് അവൻ മുഖാന്തരം അവങ്കിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആരാ? Who am I? ഞാൻ ആരാവും? ഈ അപ്പവീഞ്ഞുകൾ പോകുന്നത് എവിടേക്കാണ്? ഏത് സ്ഥലത്തേക്കാണ്? From him, to him, to him. അപ്പം അപ്പവീഞ്ഞുകൾ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. ഞാൻ ദുർബല മനുഷ്യനല്ല, ശക്തനായ മനുഷ്യനാണ്. ഞാൻ ഭൗതിക മനുഷ്യനല്ല, ഞാൻ ആത്മീയ മനുഷ്യനാണ്. ഞാൻ ദൈവിക മനുഷ്യനല്ല, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവമക്കളെ, അപ്പവീഞ്ഞുകൾ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ കേവലം ഒരു മനുഷ്യനായി അല്ല ഈ അപ്പവീഞ്ഞുകളെ എന്നിലേക്ക് ആനയിക്കുന്നത്. എനിക്ക് ഒരു വാക്കൂടെ പറയാനുണ്ട്. സാധാരണ നമ്മള് ആനയിക്കുക, എഴുന്നള്ളുക, താലപ്പൊലിയുമായി സ്വീകരിക്കാൻ ചെല്ലുക എന്നൊക്കെ പറയും. ഇന്ന് പ്രകാരം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ അപ്പവീഞ്ഞുകൾ നമ്മളിലേക്ക് എഴുന്നള്ളണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മള് വലിയ മനുഷ്യരാണെങ്കിൽ നമ്മളിലേക്ക് എഴുന്നള്ളത്തുള്ളൂ, അല്ലേ? നമ്മളിലേക്ക് വരുത്തുള്ളൂ. നമ്മൾ ഒരു വിശിഷ്ട അതിഥിക്ക് ഒരു താലപ്പൊലിയുമായി ചെല്ലുമ്പോൾ താലപ്പൊലിയുമായിട്ട് ചെല്ലുന്ന വ്യക്തി ആ താലപ്പൊലി സ്വീകരിക്കാൻ വരുന്ന വ്യക്തിയേക്കാൾ താണ വ്യക്തിയാണ്, ചെറിയ വ്യക്തിയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വലിയവന് ചെറിയവനാണ് ഒരു സ്വീകരണം കൊടുക്കുന്നത് എന്ന സങ്കല്പത്തിൽ ഒരു താലപ്പൊലിയുമായി അദ്ദേഹത്തെ എതിരേൽക്കുമ്പോൾ അദ്ദേഹം ഈ താലപ്പൊലിയുമായി ചെല്ലുന്ന വ്യക്തിയേക്കാൾ വലിയവനാണ്. ഇന്ന് പ്രകാരം നമ്മൾ അറിയേണ്ടത്, ഇത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ വലിയവൻ. From him, through him, to him. അവനിൽ നിന്നും അവൻ മുഖാന്തരം അവങ്കലേക്ക്, ദൈവത്തിൽ നിന്നും
കാൽവരിയിൽ മരിച്ച ക്രിസ്തു മുഖാന്തരം എന്നിലേക്ക് ഇന്ന് പകരം ഈ അപ്പവീഞ്ഞുകൾ വരുമ്പോൾ ഞാൻ എത്രയോ വലിയവനാണ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ എവിടെയോ കിടന്ന എന്നെ ഇത്രയും മഹോന്നതയായി ഈ മനോഹരമായ ഒന്ന് എന്നിലേക്ക് വരത്തക്കവണ്ണം എന്നെ അർഹനാക്കി മാറ്റിയ എന്റെ ദൈവം എത്രയോ വലിയ ജോലി. അതുകൊണ്ട് ദൈവമക്കളെ മറക്കരുത്, അവനിൽ നിന്നും അവൻ മുഖാന്തരം അവങ്കലേക്കാവുന്നു എല്ലാം. നമ്മുടെ ദൈവത്തിൽ നിന്നും ക്രിസ്തു മുഖാന്തരം എന്നിലേക്ക് ഇന്ന് പൽക്കാലം ഈ അപ്പവീഞ്ഞുകൾ വരികയാണ് എന്നുള്ള ബോധം നമ്മളെ ധരിച്ചുകൊണ്ട് ആ ചിന്തയോടെ നിസ്സാരമായി കാണാതെ കാര്യഗൗരവത്തോടെ നമ്മളുടെ അടുക്കിലേക്ക് വരുന്ന ഈ മനോഹരമായ വിശിഷ്ടമായ വിശുദ്ധമായ വിലയേറിയ അപ്പവീഞ്ഞുകൾ നാം സ്വീകരിക്കുവാൻ പോവുകയാണ്. നമുക്ക് ഈ സമയം ഒരു ആത്മീയ ഗാനം ആരംഭിച്ച് ഇതിലേക്ക് കടന്നു പോകാം.